ഓടിച്ചെന്ന് അസീസ് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് സാക്ഷി പറഞ്ഞു, ഇങ്ങനെ കിനാവിൻ്റെ തഅ്ബീർ വ്യാഖ്യാനം പറയുന്ന ഒരടിമ, ഇബ്രാനിയായ അടിമ ജയിലിലുണ്ടെന്ന്. ഉടനെ തന്നെ അവിടെ ചെന്ന് വിവരം പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സാക്ഷി ചെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ സമയത്ത് സർക്കുരുവാരെ ഹബ്സിൽ നിന്നെടുപ്പാൻ രാജരും ചാറ്റിയെ ഉടൻ ഹറജായി മന്ദിരിയും കൂട്ടരും അർക്കനിൽ ചുടർ മികത്തെ തങ്ങളോടടുക്കലായി ആദറിന് തായ്മയോടെ മന്ദിരി ഉരക്കലായി ദുർഘടം മികந்த ജയിലിൽ നിന്നെടുപ്പാൻ തങ്ങളാ ശൂരനായ രാജൻ ഇന്നയച്ചതാണ് എങ്കളാ. ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, വേഗം ചെന്ന ജയിലിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിനെ ജയിൽ മോചിതനാക്കി കൊണ്ടുവരിക എന്ന് ഉത്തരവ് കിട്ടേണ്ട താമസം മന്ത്രിയും അതുപോലെ തന്നെ അനുയായികളും ജയിലിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെ രാജാവ് ജയിൽ മോചിതനാക്കാൻ വേണ്ടി ഉത്തരവ് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞതെന്താണ്? മറുപടിയുരത്ത് തങ്ങൾ രാജനോട് കൂറുക, പത്തിനിമാരെ വരുത്തി ഒന്ന് വിസ്തരിക്കുക. വിണ്ടവാചകം ധരിത്ത് മന്ദിരി മടങ്ങലായി വീരരെ സമൂഹമെത്തി അമ്മൊളികൾ ബിങ്കലായി. ഞാൻ ഏത് കുറ്റത്തിനാണോ ഈ ജയിലിൽ അകപ്പെട്ടത്, അതുകൊണ്ട് സുലൈഖാൻ്റെ പ്രശ്നത്തിനാണല്ലോ, അതുകൊണ്ട് സുലൈഖാനെ വരുത്തി കാര്യങ്ങൾ വിസ്തരിച്ച് തെറ്റ് ആരുടെ അടുക്കലാണ് ശരി ആരുടെ അടുക്കലാണെന്ന് കേസ് വിസ്തരിച്ചതിന് ശേഷമല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല എന്ന് രാജാവിനോട് ചെന്ന് പറയൂ. ഉടനെ തന്നെ മന്ത്രിമാരും പരിവാരങ്ങളും രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, അദ്ദേഹം എന്താണോ പറയുന്നത് അത് അനുസരിച്ച് കേട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ രാജ്ഞിയെ വിളിച്ചു വരുത്തി, സുലൈഖാനെ വിളിച്ചു വരുത്തി കേസൊക്കെ പരിഹരിക്കുകയാണ്. സുലൈഖ പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ് സംഭവിച്ചത് എൻ്റെ അടുക്കൽ തന്നെയാണ്. എണ്ടും എന്നിൽ തേട്ടമോരിൽ വന്നതില്ല മാരരെ, എന്നിലുണ്ടായുള്ള മോഹമാണതെല്ലാം രാജരെ. തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ജയിലിൽ നിന്ന് ഇറക്കാൻ തീരുമാനിച്ചു. ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അതാ വീണ്ടും മന്ത്രിമാരും അനുയായികളൊക്കെ ചെല്ലുകയാണ്. ആ സമയത്ത് നബിയാരം നേണി വിത്ത് ജയിൽക്കാരെ പുറത്താക്കി നായകർ ജയിൽ നിന്നും പുറത്ത് വന്നേ. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം മറ്റൊരു ഡിമാൻഡ് വെക്കുകയാണ്. എന്താ? ഇന്ന് വരെ ജയിലിലുള്ള എല്ലാ തടവുപുള്ളികളെയും പിടി, ഇപ്പോൾ ഒറ്റ കുട്ടി ഇനി ജയിലിൽ പാടില്ല, എല്ലാവരെയും വിടണം, എന്നാലേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, നിങ്ങളെ മനം പോലെ നിങ്ങൾ എന്താ പറയണിച്ചെങ്കിൽ അത് സ്വീകരിക്കാനാണ് യജമാനൻ രാജാവ് പറഞ്ഞിട്ടുള്ളത്, അസീസ് രാജാവ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. ശരി. അങ്ങനെ ജയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ജയിൽ മോചിതരാക്കിയെന്ന് മാത്രമല്ല, ഇനി ലാസ്റ്റ് അവിടെ യൂസുഫ് നബി മാത്രമാണുള്ളത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജയിലിൻ്റെ കവാടത്തിൽ എന്താണ് എഴുതി വെച്ചത് എന്ന് മഹാകവി മുത്തുക്കോയ തങ്ങൾ വിവരിക്കുകയാണ്. ഭവനത്തിൻ്റൊരു ബാബിൽ നബിയാറം നെഴുതിടൈ മരിക്കും മുൻ കിടക്കുന്ന കബറിതം നേ എന്നും മാതലം കൊള്ള വരുവോർക്ക് ദുആഊതി ഇരസപ്പം നബി ജയിലിൻ നിറങ്ങി അന്നേ. അങ്ങനെ ആ കവാടത്തിൽ, ജയിലിൻ്റെ കവാടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം എഴുതി വെക്കുകയാണ്, മരിക്കുന്നതിന് മുമ്പ് കിടക്കുന്ന ഖബർ ജയിലാണ് എന്ന് കവാടത്തിൽ എഴുതി വെക്കുകയും അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുവരാൻ വന്ന പരിവാരങ്ങളോടുകൂടെ മിസ്റിൻ്റെ കൊട്ടാരത്തിലേക്ക് അതാ നടന്നെടുക്കുകയാണ്. അങ്ങനെ മിസ്റിൻ്റെ കൊട്ടാരത്തിലേക്ക് മന്ദം അതാ വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നറിയില്ലേ? അടുത്ത എപ്പിസോഡിൽ.